ഹലോ ഗൈസ്, ജഫോടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സും ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 2026 നമുക്ക് സക്സസ് ആകാൻ പറ്റുമോ, എന്തൊക്കെ കാര്യങ്ങളാണ് സക്സസ് ആകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 2026 എങ്ങനെയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ സെറ്റിങ്സുകളാണ് ചെയ്ത് വെക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു ചാനൽ തുടങ്ങി ഒരു വരുമാന മാർഗ്ഗം ആഗ്രഹിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഞങ്ങൾക്ക് അതിനുള്ള ഉപകാരം ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് സർവീസ് നടത്തുന്നുണ്ട്. യൂട്യൂബേഴ്സിന് വേണ്ടി ഒരു ട്രെയിനിങ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ആക്കി കൊടുക്കുന്ന, അവരെ നല്ലൊരു യൂട്യൂബർ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്തു പോകുന്ന അതേപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സർവീസുകൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പം 6 ഗ്രൂപ്പ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. 5 ഗ്രൂപ്പ്, ഏകദേശം 5 ഗ്രൂപ്പുകളുണ്ട് ഓൾറെഡി. ഇപ്പോൾ 6ാമത്തെ ഗ്രൂപ്പ് ഒരു ടൈം പീരീഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. പെയ്ഡ് സർവീസാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് സർവീസിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്താൽ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ വരുന്നത്, നമുക്ക് എങ്ങനെയാണ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പുതിയൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ആക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൽ ഐ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി പേഴ്സണായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി കാര്യങ്ങളല്ലാതെ തന്നെ നിങ്ങളൊരു അല്ലാതെ വേറെ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ആക്കുക. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ആക്കുക. കാരണം ഏതെങ്കിലും കാരണവശാലും നമ്മുടെ മെയിൽ ഐ ഡിക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും വയലേഷൻ വരുമോ, എങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തിന് വിഷയം വന്നൊക്കെ ചാനൽ പോയി കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ മെയിൽ ഐ ഡി നമ്മുടെ പേഴ്സണൽ മെയിൽ ഐ ഡി ആണെങ്കിൽ അതോടൊപ്പം പോകുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, അതിൻ്റെ മെയിൽ ഐ ഡി നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ആക്കിയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ്. ഓക്കെ, 2026 എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല സമയമായിരിക്കും നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി. ഏറ്റവും നല്ല സമയമായിരിക്കും തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ചാനലുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ നല്ലൊരു സമയമായിരിക്കും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ആക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, മെയിനായിട്ട് നിങ്ങളുടെ ഹാൻഡിൽ നെയിമും ചാനലിൻ്റെ പേരും ഒന്നായിരിക്കും എന്നുള്ളതാണ്. ചാനൽ അവിടെ ക്രിയേറ്റ് ചാനൽ നമ്മൾ ഓപ്ഷൻ കാണിക്കും. ക്രിയേറ്റ് ചാനൽ അടിച്ച് കഴിയുമ്പോൾ നമുക്കവിടെ ചാനലിൻ്റെ പേരടിക്കാനാവും. തൊട്ടടിയിൽ ഹാൻഡിൽ നെയിം എന്നൊരു സംഭവം ഉണ്ടാവും. കൂടുതൽ ആൾക്കാരും ചെയ്തു വെക്കാത്തൊരു സംഭവമാണ്. കാരണം നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിൽ നെയിമാണ് ആൾക്കാർ സെർച്ച് ചെയ്ത് കിട്ടുക. നിങ്ങളെ ചാനലിൻ്റെ പേരൊന്നും ഹാൻഡിൽ നെയിം വേറൊന്നും ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് ഹാൻഡിൽ നെയിം എപ്പോഴും ചാനലിൻ്റെ പേരുമായിട്ട് തന്നെ കറക്റ്റാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു കവർ ഫോട്ടോയും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന കാര്യം, ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും. ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സംഭവം വരെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സെറ്റിങ്സ് ഒക്കെ കറക്റ്റ് ചെയ്യണം. നിങ്ങളുടെ കാറ്റഗറി എന്താണോ അത് സെലക്ട് ചെയ്യണം. ഇതൊന്നും ആരും ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് വെക്കാത്തതുകൊണ്ട് തന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചാനൽ കയറാണ്ടായി കഴിയുമ്പോഴാണ് നിങ്ങൾ ചാനൽ കാറ്റഗറിയൊക്കെ മാറ്റാൻ പോകുന്നത്. അങ്ങനെ മാറ്റുന്ന സമയത്ത് ഉള്ളതും കൂടെ ചാനൽ ഫ്രീസ് ആവുള്ളൂ. സെറ്റിങ്സ് ചെയ്യുന്ന കൊടുത്ത് നമുക്ക് സെറ്റിങ്സിൻ്റെ വർക്ക് ചെയ്യാൻ തരുന്ന ആൾക്കാർക്ക് നമ്മൾ ബാക്കി എല്ലാ സെറ്റിങ്സ് ചെയ്താലും സാധാരണ ഉള്ള കാറ്റഗറീൻ്റെ അകത്ത് നമ്മൾ കാറ്റഗറി മാറ്റാൻ നിൽക്കില്ല. കാരണം കാറ്റഗറി നമ്മൾ സെറ്റിങ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ മാറ്റി കഴിഞ്ഞാൽ അവരുടെ ഉള്ള വ്യൂസും കൂടെ ഇല്ലാണ്ടായി പോവാണ് ചെയ്യുക. അതുകൊണ്ട് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചാനൽ സെറ്റിങ്സ് ഫുള്ളായിട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം കാറ്റഗറിയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വീഡിയോ ചെയ്യാവുള്ളൂ. നിങ്ങൾക്കറിയാം, പല ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ചെയ്യുന്ന കോമഡി കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സെപ്പറേറ്റ് കാറ്റഗറികളാണ് വരുന്നത്. എല്ലാവർക്കും ഒരേ കാറ്റഗറി. കൂടുതലും നിങ്ങൾ ഈ സെറ്റിങ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാറ്റഗറിയും നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ ഒരൊറ്റ കാറ്റഗറിയിലാണ് റൺ ചെയ്യുക. അതായത് പീപ്പിൾ ആൻഡ് ബോക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് റൺ ചെയ്യുക. ആ പീപ്പിൾ ആൻഡ് ബോക്സിനകത്ത് മാത്രം റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സ്ഡ് കാറ്റഗറിയാണ്. അത് എല്ലാവർക്കും എന്താ പറയുക, നമ്മൾ ശരിയായ ആൾക്കാരിലേക്ക് നമ്മൾ അപ്ലോഡ് ആക്കുന്ന വീഡിയോസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ശരിയായ കാറ്റഗറി സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റീച്ച് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ സെറ്റിങ്സ് ചെയ്ത് വെക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റിങ്സ് എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ ഷോർട്ട് വീഡിയോ തുടക്കത്തിൽ കുറേ ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കയറും. അതായത് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഷോർട്ട് തന്നെ കൂടുതലായിട്ട് അപ്ലോഡ് ആക്കണമെന്ന് പറയും. പക്ഷേ നിങ്ങൾ ഷോർട്ടിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു ഫണ്ണി വീഡിയോ ചാനലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ചെയ്ത് തുടങ്ങാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏത് വീഡിയോയിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ കയറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓരോ ഷോട്ട് ചെയ്യാൻ നോക്കുക. എല്ലാ ദിവസവും കറക്റ്റ് ഒരു ഷോട്ട്, അധികം ഷോട്ടൊന്നും വലിച്ചു വാരി ഇടുന്നതിൽ അർത്ഥമില്ല. എല്ലാ ദിവസവും ഓരോ ഷോട്ട് കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ആക്കാൻ നോക്കുക. പരമാവധി ഷോട്ടിൻ്റെ ലെങ്ത് കുറച്ച് അപ്ലോഡ് ആക്കാൻ നോക്കുക.
അതായത് ഒരു 10 ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ പരമാവധി ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡിനകത്ത് ലെങ്ത് ആക്കിയിട്ട് ഷോർട്ട് അപ്ലോഡ് ആക്കാൻ നോക്കുക. നിങ്ങളുടെ ചാനൽ റീച്ച് ആയി വരുന്ന കാണാം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബേഴ്സിന് പരമാവധി ചാനലിലെ ലിങ്ക് ഒന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതെ യൂട്യൂബിൽ നിന്ന് വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പരമാവധി ലിങ്ക് ഷെയർ കൊടുക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യൂസ് ആണ് വരും. എക്സ്റ്റേണൽ വ്യൂസ് അധികം വന്നു കഴിഞ്ഞാൽ യൂട്യൂബിന് വന്നുള്ള റെക്കമെൻഡേഷൻ കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണ്ട. നിങ്ങൾ എല്ലാ ദിവസവും ഓരോ ഷോർട്ട് വീഡിയോ ചെയ്യുക. ഒരാഴ്ചയിൽ 3 ലോങ് വീഡിയോ എങ്കിലും ചെയ്യുക. എല്ലാ ദിവസവും ഓരോ ഷോർട്ട് ചെയ്യുക. ആഴ്ചയിൽ ഒരു 3 ലോങ് വീഡിയോ നിങ്ങളുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട്. ലോങ് വീഡിയോക്ക് തുടക്കത്തിൽ ചിലപ്പം വലിയ വ്യൂസോ കാര്യങ്ങളോ വരണമെന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഷോർട്ടിന് പെട്ടെന്ന് വ്യൂസ് വരും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ലോങ് വീഡിയോ ആയി ബന്ധപ്പെട്ട ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റീച്ച് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ ഷോർട്ട് വീഡിയോൻ്റെ അകത്തുനിന്ന് ലോങ് വീഡിയോയിലേക്ക് നമുക്ക് കുറച്ച് വ്യൂസിനെ കിട്ടും. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോവുക. ഈ സെറ്റിംഗ്സ് എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകാം. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ തന്നെ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഷോർട്ടിലല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ലോങ് വീഡിയോ മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കാര്യം നിങ്ങൾ ഈ തുടക്കത്തിൽ തന്നെ ലോങ് വീഡിയോ ചെയ്തു പോകുന്നതാണ്. അത് ഒരുപാട് വീഡിയോസ് ഒരു ദിവസം തന്നെ ചെയ്ത് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോൾ ഓരോ ലോങ് വീഡിയോ എന്നുള്ള രീതിയിൽ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ആക്കി തമ്പനയിൽ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തോ, ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോ. 2026 നിങ്ങളുടെ വർഷമായിരിക്കും. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി ആദ്യത്തെ വരുമാനമെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്താനുള്ള ഒരു വർഷമായി മാറട്ടെ 2026 ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസിനകത്ത് ജോയിൻ ചെയ്യാം. നമ്മൾ എല്ലാവിധ ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ സപ്പോർട്ടും നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരെന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.